ട്രാവൽസ് ഇപ്പോ വളരെ നല്ല രീതിയിലാ പോകുന്നത്. അതിന് ശ്യാം നോക്കിക്കോളും, അവൻ മിടുക്കനാ. പുതിയ 1-2 വണ്ടികൾ കൂടി അവിടെ വാങ്ങിയിടണമെന്ന് സത്യം പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും ഈ പുതിയ വണ്ടികളൊക്കെ ഉണ്ടായാലേ ട്രിപ്പുകൾ എടുക്കാൻ പറ്റൂ. ആളുകളൊക്കെ ഇപ്പോ ലക്ഷറിയുടെ പിന്നാലെയല്ലേ. AC ഇല്ലാത്ത വണ്ടിയിലൊക്കെ ഇപ്പോ ആരും യാത്ര ചെയ്യാത്ത അവസ്ഥയാ. സത്യവാ. അല്ല, സത്യന്റെ ഭാര്യ ഇപ്പൊ വീട്ടിലില്ലേ സുശീലേച്ചി? അവളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനും അത് ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. നിങ്ങൾ വരുമ്പോ പ്രതിഭയെ കൂടി കൊണ്ടുവരായിരുന്നു. അതിനവളവിടെ ഉണ്ടായിട്ട് വേണ്ടേ? എപ്പോഴും സ്വന്തം വീട്ടിൽ പോണെന്ന് ഒറ്റ ചിന്തയുള്ളൂ. അവിടെയാവുമ്പോ തിന്നും ഉറങ്ങിയും കഴിച്ചു കൂട്ടാലോ. ഇവിടെ ആവുമ്പോ എന്തെങ്കിലും ജോലി ഉണ്ടാവും, അത് ചെയ്യാൻ മടിയും. ആ കൊച്ചു മുമ്പ് സത്യന്റെ ട്രാവൽസിൽ ജോലി ചെയ്തിരുന്നല്ലേ? അവള് നല്ല സ്മാർട്ട് ആണെന്നാണല്ലോ അന്നൊക്കെ പറഞ്ഞു കേട്ടെ. അങ്ങനെയാ സാറേ ഞങ്ങളും വിചാരിച്ചത്. കുടുംബത്തിലെത്തിയപ്പോഴല്ലേ തനിനിറം മനസ്സിലായത്. അപ്പോ ഇപ്പൊ പ്രതിഭ സ്വന്തം വീട്ടിൽ തന്നെയാണോ? ഇങ്ങോട്ട് വരാറേ ഇല്ല? അങ്ങനെയല്ല, ഇടയ്ക്ക് വരും. ഇപ്പൊ പോവാൻ കാരണം എപ്പോഴും ഓരോ അസുഖങ്ങളാണെന്നേ. വയറിനാ കംപ്ലൈന്റ്. ഞാനൊരു ദിവസം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ അവക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര മടി. പറഞ്ഞാ കേക്കണ്ടേ. അവസാനം സത്യനോട് ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. അവിടെയാവുമ്പോ അവള് മരുന്ന് കഴിച്ചോളും. അസുഖമൊക്കെ മാറും വരുമായിരിക്കും. ഇപ്പൊ പ്രതിഭയ്ക്ക് കുഴപ്പമൊന്നുമില്ല. സത്യേട്ടൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് വിളിച്ചോണ്ട് വരാത്തെ. എന്റെ ഓഫീസിൽ നിങ്ങൾ കഴിക്കും, ഞാൻ പോരാ. ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു. ഇതൊക്കെ വെച്ചേക്ക് സഹോദരി. അല്ല, ഞാൻ സഹായിക്കണം. ഇത് അങ്ങോട്ട് കൊണ്ട് വെക്കും. അയ്യോ, ഇത് കഴിച്ചില്ലല്ലോ. വാമേ, നീ എന്തിനാ സത്യൻ പ്രതിഭയെ കൂട്ടിക്കൊണ്ട് വരാൻ പോവാണെന്നൊക്കെ പറഞ്ഞത്? പിന്നെ പ്രതിഭയെ അമ്മ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാണെന്ന് പറയണോ? നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നതിന് മൂളിയ മാത്രം മതി. പിന്നൊരു കാര്യം, അവള് ഗർഭിണിയാണെന്നൊരു വാക്ക് ഇവിടെ മിണ്ടിപ്പോകരുത്, പറഞ്ഞേക്കാം. കുഞ്ഞുണെന്നും തോന്നുന്നു, അങ്ങോട്ട് ചെല്ലേ. ഇരിക്കും. വീണ്ടും ചില പ്രശ്നങ്ങൾ തലപൊക്കിയിട്ടുണ്ടല്ലോ രഘു. എന്താ സർ? രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ആദിൽ അമീർ കടത്താൻ ശ്രമിച്ചത് 3 കിലോ ഗോൾഡാണ്. പക്ഷെ പോലീസിന് അവന്റെ ബാഗിൽ നിന്ന് കിട്ടിയത് 2 കിലോ മാത്രം. താൻ ഇതിനിടയിൽ വല്ല കളിയും കളിച്ചിട്ടുണ്ടോ? സാറേ, സംഭവം നടന്ന നിമിഷം മുതൽ ഞാനും എന്റെ വണ്ടിയും സാറിന്റെ കസ്റ്റഡിയിലല്ലേ. എന്റെ ഫോൺ പോലും ഇവിടെ ഉള്ളത്. സാറിന് ഇതുവരെ എന്തെങ്കിലും സംശയം എന്നെ കുറിച്ച് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഈ 1 കിലോ ഗോൾഡ് എങ്ങനെ മിസ്സായി? ഓൺലൈൻ മീഡിയ മുഴുവൻ പോലീസും കസ്റ്റംസും കൂടിയുള്ള ഒത്തുകളിയാണെന്ന് പറഞ്ഞ വാർത്ത തള്ളിക്കൊണ്ടിരിക്കുന്നത്. സാറേ, ഇപ്പൊ ഈ ആദിലിന് സ്വർണം കൈമാറിയ ആൾ ചതിച്ചായാലും പോരെ. ഞാനെന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആദിൽ എനിക്കെതിരെ മൊഴി തരില്ലേ സർ? നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞുള്ള കളിയാണെങ്കിലോ? സാറേ, സാർ എന്തൊക്കെയാ പറയുന്നത്? അയ്യോ സാറ്, രഘുവേട്ടൻ അയാളെ കാണുന്നത് പോലും ആദ്യമായിട്ടാ. പിന്നെങ്ങനെയാ? അല്ല സാറേ, ആദിലിപ്പോഴത്തെ അവസ്ഥ എന്താ? അവനിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടില്ലേ? SP-ക്ക് മൊഴി കൊടുത്ത ശേഷം ആദിൽ വെന്റിലേറ്ററില്ല. അവനിനി രക്ഷപ്പെടുന്ന കാര്യം സംശയ. എന്തായാലും രഘുവിനെ വിട്ടയക്കാനുള്ള പെർമിഷൻ SP തന്നിട്ടുണ്ട്. പക്ഷേ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ ഹാജരാവണം. പോലീസിന്റെ പെർമിഷൻ ഇല്ലാതെ സ്റ്റേറ്റ് വിട്ട് പുറത്തു പോകാൻ പാടില്ല. അന്വേഷണവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ വേണം. സഹകരിക്കാം സർ. ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്നെ വണ്ടി വിട്ടിരില്ലേ? ബാബു, സർ, തനിക്ക് വന്നേ.
എടോ രഘുവിന്റെ വണ്ടിയുടെയും ഫോണിന്റെയും ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ട് കൊടുത്തു വിട്ടേക്ക്. ചെല്ല്. എന്നാ രഘു പോയിക്കും. താങ്ക് യു സർ. താങ്ക് യു. വലിയ നന്ദിയുണ്ട് സർ. രഘു, എന്താ സർ? പോലീസിന്റെ അന്വേഷണം ഒരു വഴിക്ക് നടക്കുമ്പോ പാരലായിട്ട് ഗോൾഡ് മാഫിയയുടെ അന്വേഷണം കൂടി നടക്കും. അവർക്ക് നീതി നിയമമൊന്നുമില്ല. അവരുടെ പോലീസും കോടതിയൊക്കെ അവര് തന്നെ. നഷ്ടപ്പെട്ട 1 കിലോ ഗോൾഡ് അവർക്കൊരു പ്രശ്നമല്ല. പക്ഷേ അത് തട്ടിയെടുത്തത് ആരായാലും അവരാ മാഫിയയുടെ കയ്യിൽപ്പെടും. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. സാറേ, എനിക്കതിലൊരു പങ്കില്ലെന്ന് പോലീസിന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കാതിരിക്കോ? ഞാൻ പറഞ്ഞില്ലേ, അവരാദ്യം സംശയിക്കുന്നത് പോലീസിനെയാ, പിന്നെ ഗോൾഡ് കൈമാറി വന്ന കണ്ണികളെ. ആ ലിസ്റ്റിൽ രഘു ഉണ്ടാവാനിടയുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഭയപ്പെടുവൊന്നും വേണ്ട, ജാഗ്രത മതി. എന്നാ ശരി, കോൺസ്റ്റബിളിനെ കണ്ട് ആ വണ്ടി ഫോൺ വാങ്ങിച്ചോണ്ട് നോക്കാം. ശരി സർ. ശരി. ശബരിയോ അച്ഛ, മോനെ എപ്പോ വന്നു മോനെ? ഇരിക്കെ. കുറച്ചേരം അയച്ച രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ആ, അവരെ കണ്ടില്ലേ? ആ, കണ്ടു. അവര് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഞങ്ങൾ വന്നത്. വന്ന സ്ഥിതിക്ക് അച്ഛനെ കൂടി കണ്ടിട്ട് പോവാന്ന് കരുതി. ഓ, അത് ശരി. മഞ്ചാടിയെ ഹോസ്റ്റലിൽ ചേർക്കാൻ വേണ്ടി പോയതാ. പക്ഷേ ഒന്നും ശരിയായില്ല. അയ്യോ, അതും തെറ്റി. നീ 2-3 ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അവിടെ ഒന്നും റൂം ഒഴിവില്ലേ? റൂം ഒഴിവില്ലഞ്ഞിട്ടല്ല, എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവർക്ക് അറിയാം. അത്തരം വിവാദങ്ങളിൽ പെട്ടവരൊന്നും ഹോസ്റ്റലിൽ വേണ്ടെന്ന നിലപാട് അവർക്ക്. വിവാദം എന്ന് പറയാൻ മാത്രം എന്താ? ഒരാളുടെ കല്യാണം മുടങ്ങുന്നതും ഒരാൾ കാണാതാവുന്നതൊക്കെ സാധാരണയല്ലേ? അതിന് ഹോസ്റ്റൽ റൂം തരാതിരിക്കുന്നത് എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. നിന്റെ പേരില് വിവാദ വാർത്തയുണ്ടായത് പണ്ടായിരുന്നില്ലേ? ജീവൻരാജ് നിന്നെ കോവളത്ത് കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ അതിനേക്കാളും വലിയ പ്രശ്നമാണോ ഇപ്പോ? അച്ഛൻ ഹോസ്റ്റലിലുള്ളവരോട് സംസാരിച്ചില്ലേ? സാധാരണ അച്ഛൻ പോയൊരു കാര്യം സംസാരിച്ചാ ആരും ഉപേക്ഷ പറയാറില്ലല്ലോ. ആ, അതൊക്കെ സ്വന്തം നാട്ടില്.